ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് 2-3 പ്രോബ്ലംസ് ആണ്. സോ ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾക്കറിയാം ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ അതിന് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഹൗ മെനി ഫാരഡേസ് ആർ റിക്വയർഡ് ടു റെഡ്യൂസ് 0.25 grams ഓഫ് നിയോബിയം 5 ടു ദ മെറ്റൽ. ഓക്കെ, അപ്പം എത്ര ഫാരഡേസ് ആണ് ഇവിടെ റിക്വയർ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഇവിടെ ആ ഒരു മാസ് വന്നിട്ടുണ്ട് 0.25 grams ഓഫ് നിയോബിയം. നിയോബിയം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അറ്റോമിക് മാസ് നമ്പർ മാത്രം പറഞ്ഞാൽ മതി, അറ്റോമിക് നമ്പർ അറിയേണ്ട ആവശ്യമില്ല, ടു ദ മെറ്റൽ. ഓക്കെ, സോ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബേസിക്കായിട്ട് ഒരു കാര്യം അറിയേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കായിട്ട് അറിയേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫാരഡേസ്. ഓക്കെ, സോ അതായത് 1 ഫാരഡേ ആണെങ്കിൽ സോറി 1 ഇലക്ട്രോൺ അല്ലെങ്കിൽ 1 മോൾ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എത്ര വരും? 1 ഫാരഡേ വരും. ഓക്കെ, സോ അത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇനി നമുക്ക് നോക്കാം എങ്ങനെ പ്രോബ്ലം ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 0.25 gram ഓഫ് നിയോബിയം 5 ടു ദ മെറ്റൽ. സോ വെയിറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ഗിവൺ മാസ് ഈസ് ഈക്വൽ ടു 0.25 grams എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം നിയോബിയം 5 എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു അറ്റോമിക് മാസ് നമ്പർ വരുന്നത് അബൌട്ട് 93 ആ റേഞ്ചിലാണ് എൻ്റെ മാസ് നമ്പർ വരുന്നത്. അപ്രോക്സിമേറ്റ് 92.6 ഒക്കെയാണ്. നമുക്ക് 93 ഇട്ട് ചെയ്യാം, കാരണം കുറച്ചുകൂടി ഒരു ആക്യുറേറ്റ് ഒരു റൗണ്ട് ഫിഗർ കിട്ടുന്നതിന് 93 ഇട്ട് ചെയ്യാം. സോ അറ്റോമിക് മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ അറ്റോമിക് മാസ് ഈസ് ഈക്വൽ ടു 93. ഓക്കെ, 93. ഇനി എന്താണ്? ഇനി നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്, ആ ഒരു ഫോർമുല അല്ലേ? സോ ആ ഫോർമുല ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാം. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് അപ്പോൺ മോളാർ മാസ്. ഓക്കെ, സോ ഇവിടെ ഗിവൺ മാസ് എത്രയാണ്? 0.25 ആണ് അല്ലേ? സോ 0.25 grams ആണ് ഡിവൈഡഡ് ബൈ 93. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് മോൾസ് ആ ഒരു ഫോർമുല വരുന്നത്. ഇത്രയും നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താണ്? ഇനി എത്ര ഫാരഡേസ് ആർ റിക്വയർഡ് ടു റെഡ്യൂസ് 0.25 gram ഓഫ് നിയോബിയം 5 ടു ദ മെറ്റൽ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 0.0026 മോൾസ് എന്ന ആ റേഞ്ചിൽ നമുക്ക് വാല്യൂസ് വരുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് തന്നേക്കുന്ന അനുസരിച്ച് ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നിയോബിയം 5 ആണ്, ഒരു 5 ഓക്സിഡേഷൻ നമ്പറിലാണ് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ അതായത് ഇവിടെ 5 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. സോ ഒരു ഇലക്ട്രോണിനാണ് ഈ ഒരു 0.026 മോൾസ് എന്ന് വരുന്നത്. ഒരു ഇലക്ട്രോണിന്റെ കേസിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തു? അതായത് ഫോർ 1 ഇലക്ട്രോൺ 0.026 മോൾസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. സോ അത് ഏകദേശം ഒരു 0.0134 റേഞ്ചിൽ വരുന്നു. ഓക്കെ, ആ അത്രയും റേഞ്ച് മോൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ അടുത്ത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫാരഡേസ്. അപ്പൊ എത്ര ഫാരഡേസ് ഉണ്ടെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0134 ഫാരഡേ. അങ്ങനെയാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. സോ കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യനിലൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. How much time is required for complete decomposition of 4 moles of water using 4 ampere? സോ ഇവിടെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എത്ര മോൾസ് വാട്ടർ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ എത്ര ആംപിയർ ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡികമ്പോസിഷൻ ഓഫ് വാട്ടർ ആണ് പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. സോ അതായത് 2H2 will give what?
4H plus 4 electrons plus O2. ഓക്കെ, അതായത് 4 ഇലക്ട്രോൺസ് ആണ് അവിടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ഇസ് നമ്പർ ഓഫ് ഫാരഡേസ് എന്ന് പഠിച്ചു. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 2 മോൾസ് ഓഫ് ഇതിനാണ് എത്ര ഇലക്ട്രോൺ വന്നത്, അതായത് 2 മോൾസ് ഓഫ് വാട്ടർ, 2 മോൾസ് വാട്ടർ ഡിസിൻറ്റഗ്രേറ്റ് അല്ലെങ്കിൽ ഡികമ്പോസ്ഡ് ഫ്രോം വാട്ട് 4 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 4 ഫാരഡേസ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ 4 മോൾസ് ഓഫ് വാട്ടർ ആണ് നമ്മൾ ഇനീഷ്യലി യൂസ് ചെയ്യുന്നത്. സോ 4 മോൾസ് ആവുമ്പോഴത്തേക്കും എത്ര വരുന്നു, 8 ഫാരഡേ ആണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. സോ ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ഫോർ ദ കംപ്ലീറ്റ് ഡീകമ്പോസിഷൻ ഓഫ് 4 മോൾസ് ഓഫ് വാട്ടർ യൂസിങ് 4 ആംപിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട്. സോ I ഈസ് ഈക്വൽ ടു 4 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ബേസിക് ഒരു ഇക്വേഷൻ എഴുതാം, അതായത് Q ഈസ് ഈക്വൽ ടു IT എന്നൊരു ഇക്വേഷൻ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ച ഒരു ഇക്വേഷനാണ്. Q ഈസ് ഈക്വൽ ടു IT. സോ അത് I നമ്മുടെ കറണ്ട് ആണ്, അതുപോലെ T ടൈം ആണ്, Q ചാർജ് ആണ്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ടൈം ആണ്. സോ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും T ഈസ് ഈക്വൽ ടു Q upon I. ഓക്കെ, Q എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഫാരഡേ ഇൻറ്റു ഫാരഡേസ് നമ്പർ ഉണ്ടല്ലോ 96500, ആ നമ്പർ ഉണ്ടല്ലോ, അത് ഇൻറ്റു 8 ഫാരഡേ അപ്പോൾ കറണ്ട് എത്രയാണ്, 4 ആംപിയർ. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 2 വരുന്നു. ഇതിൻ്റെ ആൻസർ എത്ര വരും നമുക്ക്, ഏകദേശം ഒരു 1.8 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ആൻസർ വരുന്നത്. ഇത്രയും ടൈമാണ്, അത് 1.92 × 10⁵ അതുപോലെ നമുക്ക് ചെയ്യാം. അതായത് 936 × 2 എന്ന് പറയുമ്പോഴത്തേക്കും 2192. ഓക്കെ, അപ്പം അത്രയും സെക്കൻഡ്സ് ആണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഡികമ്പോസിഷൻ അത്ര ആംപിയർ കൊടുത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ എത്രയാണ്, 1.92 × 10⁵ സെക്കൻഡ്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം. 1 gram metal M3+ was discharged by the passage of 1.81 × 10⁻23 electrons. What is the atomic mass of metal? അപ്പോൾ ഇവിടെ മെറ്റലിൻ്റെ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. M3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ വേറെ എന്താണെന്ന് ചോദിച്ചാൽ അത്രയും ഇലക്ട്രോൺസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പാസേജ് കൊണ്ടാണ് അത്രയും ഡിസ്ചാർജ് ആയി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി വാട്ട് ഈസ് അറ്റോമിക് മാസ് ഓഫ് മെറ്റൽ, അപ്പം അവിടെ ആ ഉണ്ടായ മെറ്റലിൻ്റെ എത്രയാണ് അറ്റോമിക് മാസ്, അല്ലെങ്കിൽ ആ എമ്മിൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അത് വെച്ച് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇവിടെ എത്രയാണ്, M3+ was discharged by the passage of 1.81 × 10⁻23 electron. What is atomic mass of metal? So 1 gram നമുക്ക് തന്നിട്ടുണ്ട്. മാസ് എത്രയാണ്, മാസ് ഈസ് ഈക്വൽ ടു 1 gram നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അല്ലെ വെയിറ്റ്. ഇനി എത്ര ഇലക്ട്രോൺസ് ചോദിച്ചാൽ 1.81 × 10⁻23. പിന്നെ നമ്മളിവിടെ അവോഗാഡ്രോ നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഇക്വേഷൻ തന്നെ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1 gram ഇൻറ്റു അവോഗാഡ്രോ നമ്പർ 6.022 × 10⁻23 അപ്പോൾ നമ്മുടെ ഈ പാസേജ് എത്ര ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നുള്ള ആ 1.81 × 10⁻23 എന്ന് വരും. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ 10⁻23 ക്യാൻസൽ ആയി പോകുന്നു. പിന്നെ അവശേഷിക്കുന്നത് എന്താണ്, ഈ ഒരു 6.022 / 1.81 എന്ന് വരും. അപ്രോക്സിമേറ്റ് ഒരു 3.35 ആ ഒരു റേഞ്ചിലൊക്കെ വാല്യൂ വരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം M3+ ആണ് അല്ലേ. സോ M3+ ആകുമ്പോഴത്തേക്കും ഈ കിട്ടിയ ഇത് ഇൻറ്റു 3 വരും. സോ ദാറ്റ് വിൽ ബി 3.35 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു എത്ര വരുന്നു, സോ 10.05 grams ആണ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ എമ്മിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്.
ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പോൾ 2 ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ, ഇത് എനിക്ക് 2 വന്നേനെ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ആ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 108 gram fairly concentrated solution of silver nitrate is electrolyzed by using 0.1 Faraday charge. The mass of resulting solution is. അപ്പം റിസൾട്ടിങ് സൊല്യൂഷനെ മാസ് ആണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ അവിടെ തന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 0.1 ഫാരഡേ ചാർജ് തന്നിട്ടുണ്ട്, പിന്നെ 108 gram fairly concentrated solution ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ഒരു റിലേഷൻ പഠിച്ചായിരുന്നു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ഈക്വൽ നമ്പർ ഓഫ് ഫാരഡേസ് എന്ന് പഠിച്ചായിരുന്നു. സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ 0.1 ഫാരഡേ ചാർജ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം 0.1 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നു, 0.1 ഇലക്ട്രോൺസ് തന്നെ വരുന്നു. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ മാസ് എടുക്കുവാണെങ്കിൽ ആ ഒരു 0.1 ഇതിൻ്റെ 0.1% എന്ന് പറയുമ്പോൾ എത്ര വരും, 10.8 grams എന്നാണ് അതിൻ്റെ ഒരു 0.1% വരുന്നത്. സോ സിമ്പിളാണ്, ഈ ഒരു ഇനീഷ്യൽ വെയിറ്റിനെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ 10.8 grams കൊണ്ട് ഡിഫറൻസ് എടുത്താൽ മതി. ഇതിൻ്റെ ആൻസർ വരുമ്പോഴത്തേക്ക് ഏകദേശം 97.2 എന്ന് വരും. സോ അത്രയാണ് എന്ത് മാസ് ഓഫ് റിസൾട്ടിങ് സൊല്യൂഷൻ. അതായത് അത്രയും ഉണ്ടായിരുന്നു, അതിൽ 0.1 ഫാരഡേ ചാർജ് ഒക്കെ യൂസ് ചെയ്ത് ഇലക്ട്രോലൈസ് ചെയ്തപ്പോഴത്തേക്കും റിസൾട്ടിങ് സൊല്യൂഷന് 97.2 grams ഉണ്ടെന്ന് നമുക്ക് കിട്ടി. സോ ഇത്രയായിരുന്നു 4 പ്രോബ്ലംസ് വന്നത്. സോ ഇത് ഇലക്ട്രോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഞാൻ പറഞ്ഞു. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.